നമസ്കാരം. പരിമിതികളെ തോൽപ്പിച്ച അത്ഭുത മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എനിക്കൊരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നടക്കാനാവുമെന്ന് എൻ്റെ അമ്മയും. ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ചു. ചെറുപ്പത്തിലെ കാലുകൾ തളർന്നു പോയിട്ടും ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ഓട്ടക്കാരിയായി ഒളിമ്പിക്സ് വിക്ടറി സ്റ്റാൻഡിൽ തലയുയർത്തി നിന്ന വിൽമ റുഫോൾഡ് എന്ന അമേരിക്കൻ വനിതയുടേതാണ് ഈ വാക്കുകൾ. മനസ്സുണ്ടെങ്കിൽ മനുഷ്യനെ എത്തിപ്പിടിക്കാനാവാത്ത ഒന്നുമില്ല. അത് ശാരീരിക പരിമിതികളുള്ള ചിലരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെ നമുക്ക് കണ്ടുപഠിക്കാം. അവരുടെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിൽമ റുഡോൾഫ് എന്ന വനിതയെ പറ്റിയാണ്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാതായി. ഒപ്പം സ്കാർലൈറ്റ് ഫീവർ, ന്യൂമോണിയ എന്നീ അസുഖങ്ങളും ഈ കുട്ടിയെ പിടികൂടി. അവൾക്ക് ഒരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എങ്കിലും അവൾ തളർന്നില്ല. തളർന്നുപോയ ഇടത്തെ കാലുമായി പിച്ച വെച്ചു തുടങ്ങിയ അവൾ അമ്മ നൽകിയ ധൈര്യത്തിൽ ആകാശത്തോളം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയാകണം എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം. 12-ാം വയസ്സിൽ അവൾ നടന്നു തുടങ്ങി. തുടർന്ന് കായിക മേഖലയിൽ സജീവമായി. 8 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അവൾ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയായി. അസാമാന്യമായ ഇച്ഛാശക്തിയാൽ വിധിയെ തോൽപ്പിച്ച ആ ധീരവനിതയാണ് വിൽമ റുഡോൾഫ്. 1940 അമേരിക്കയിലാണ് വിൽമയുടെ ജനനം. കറുത്തവർഗക്കാരുടെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളോടും അനാരോഗ്യത്തോടും പടവെട്ടി വളർന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിനുള്ള അമേരിക്കൻ റിലേ ടീമിൽ 16-കാരിയായ വിൽമ ഉണ്ടായിരുന്നു. ആ വർഷം വെങ്കല മെഡൽ നേടി. 1960 റോം ഒളിമ്പിക്സിൽ 100 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്റർ റിലേ എന്നിവയിൽ സ്വർണം. ഒപ്പം 3 ലോക റെക്കോർഡുകളും ഒറ്റ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത കൂടിയായി വിൽമ റുഡോൾഫ് മാറി. വിൽമയുടെ അസാധാരണ ജീവിതം പിൽക്കാലത്ത് പല സിനിമകൾക്കും ഡോക്യുമെൻ്ററികൾക്കും പ്രചോദനമായി. ക്യാൻസർ ബാധിച്ച് 1994 54-ാം വയസ്സിൽ വിൽമ അന്തരിച്ചു. ഇത്